Good morning to all. So today we are going to discuss about media and social reflection. So how media and social reflection. This is a new chapter that we are dealing with. So move on to that. What is media? As you know, media play an important role in developing reading and writing skills. So media, as we know, it's an important role in developing reading and writing skills. ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അതെങ്ങനെയാണ് നമുക്കൊരു റീഡിങ്ങിനായാലും റൈറ്റിംഗ് സ്കിൽസിനാണ് ഇതൊക്കെ മീഡിയ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. Individuals come in contact with media through written languages, newspaper, magazine and social media. നമുക്കറിയാം ഒരു മീഡിയയിനകത്ത് ഒരു ഇൻഡിവിജ്വൽ കോണ്ടാക്ട് വരുന്നത് റിട്ടൺ ലാംഗ്വേജിലൂടെ മാത്രമാണോ അല്ല, റിട്ടൺ ലാംഗ്വേജിലൂടെയും വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ, മാഗസിൻ, ബ്ലോഗ്, സോഷ്യൽ മീഡിയ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. മീഡിയ എനിക്ക് റീഡിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോം ലൈക്ക് സോഷ്യൽ മീഡിയ, ബ്ലോഗ്സ് ആൻഡ് ഓൺലൈൻ ഫോം. സോ മീഡിയ എന്ത് ചെയ്യുന്നത്, റീഡിംഗ് എൻകറേജസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമായ സോഷ്യൽ മീഡിയ ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, ഓൺലൈൻ ഫോംസ് ഉണ്ട്. So ഇതാണ് മീഡിയനെ പറ്റി പറയുന്നത്. മീഡിയ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. Individual come in contact with written language through newspaper, magazine, blog and social media. So media and reading and interactive platform like social media, blog and online forms. Next, ഇപ്പോൾ ലൈബ്രറീസ് ആയിക്കോട്ടെ, ബുക്ക് ക്ലബ്സ് ആയിക്കോട്ടെ, ഓൺലൈനായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റർ, റീഡിംഗ്, റൈറ്റിംഗ് കൾച്ചർ. സോ നമുക്കറിയാം ലൈബ്രറിയിൽ നിന്ന് ബുക്കുകളും അതുപോലെ ബുക്ക് ക്ലബ്സുകളായിക്കോട്ടെ, ഓൺലൈൻ റൈറ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ജേർണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റർ റീഡിംഗ്. ഇതൊക്കെ എന്ത് പോസ്റ്റർ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റീസ് എന്ത് പോസ്റ്റർ ചെയ്യുന്നുണ്ട്, റീഡിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ. സോ നമുക്ക് ആ ടെക്നോളജി പ്രീവിയസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഹാസ് മൂവ്ഡ് ഫാർ അല്ലേ. നമ്മളിപ്പോൾ ടെക്നോളജി കുറച്ചുകൂടി അഡ്വാൻസ് ആയി. ഇപ്പോൾ AI കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ആദ്യം നമ്മൾ പ്രിന്റ് മീഡിയയിലായിരുന്നു, ഇപ്പോൾ പ്രിന്റ് മീഡിയ നമ്മൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു, നവമാധ്യമങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. സോ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. എത്ര ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ഉണ്ട്. സോ നമുക്കറിയാം മീഡിയ എന്ന് പറയുന്നത് എന്താ, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ട്രഡീഷണൽ മീഡിയം, രണ്ടാമത് ന്യൂ മീഡിയം. ഇപ്പോൾ ട്രഡീഷണൽ മീഡിയയിൽ വരികയാണ് പ്രിന്റ് മീഡിയ ആസ് വെൽ എസ് ബ്രോഡ്കാസ്റ്റ് മീഡിയ. പ്രിന്റ് മീഡിയ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്. പ്രിന്റ് മീഡിയയിൽ വരികയാണെങ്കിൽ നമുക്കറിയാം പ്രിന്റ് മീഡിയ എഴുത്തിന്റെ സാധനങ്ങൾ അല്ലെ പ്രിന്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, ന്യൂസ് പേപ്പർ ഉണ്ട്, ബുക്സ് ഉണ്ട്, അതേപോലെ മാഗസിൻസ് ഉണ്ട് അല്ലെ. ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ എന്തെല്ലാം വരാം, റേഡിയോ, ടെലിവിഷൻ, ഫിലിം പ്രൊജക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ട്രഡീഷണൽ മീഡിയയിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ന്യൂ മീഡിയ, പുതിയ മീഡിയ. നമ്മളിപ്പോൾ ഉള്ള പുതിയ മീഡിയയിലാണ് അല്ലെ, കുറച്ചും കൂടി അഡ്വാൻസ് ആയാണ് നമ്മൾ. സോ പുതിയ മീഡിയ എന്തൊക്കെ, ഡിജിറ്റൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. സോ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ന്യൂ മീഡിയ ഡിജിറ്റൽ മീഡിയ എന്തൊക്കെ, വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ബ്ലോഗ് ഉണ്ട് അല്ലേ. സോഷ്യൽ മീഡിയ ഉണ്ട്, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല പല ആപ്പുകളും. അതൊക്കെ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്താ ഈസി ഷെയറിങ്, അതുപോലെ ഫോട്ടോ വീഡിയോ ഷെയറിങ് പ്ലാറ്റ്ഫോം, വീഡിയോ എടുക്കാനും ബ്ലോഗ് എടുക്കാനും അങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അല്ലേ. പെട്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. നമുക്കറിയാം ChatGPT ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ നോളജ് കുറച്ചും കൂടി നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. So ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. സോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻറ്റു ട്രഡീഷണൽ മീഡിയ ആൻഡ് ന്യൂ മീഡിയ. ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻറ്റു ടു, ദാറ്റ് ഇസ് പ്രിന്റ് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, ആൻഡ് ന്യൂ മീഡിയ ഇൻറ്റു ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. സോ പ്രിന്റ് മീഡിയയിൽ എന്തൊക്കെ വരാം, ന്യൂസ് പേപ്പർ വരാം, ബുക്സ് വരാം, മാഗസീൻ വരാം അല്ലേ. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ത് വരാം, റേഡിയോ വരാം, ടെലിവിഷൻ വരാം, ഫിലിം പ്രൊജക്ടേഴ്സ് വരാം. ഡിജിറ്റൽ മീഡിയയിൽ വെബ്സൈറ്റ് വേണ്ട, ഓൺലൈൻ ന്യൂസ് പേപ്പർ ഉണ്ട്, ബ്ലോഗ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ത്, ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പാണ്, ഡിഫറെൻറ്റ് ആപ്സ്. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ. സോ നമ്മൾ പ്രീവിയസിൽ മീഡിയ നമുക്ക് മീഡിയ ഹെൽപ്സ് ഇൻ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഹെൽപ്പ് ചെയ്യുന്ന മീഡിയ ഇൻക്ലൂഡ് ഓൾ ദ ടൈപ്സ് ഓഫ് മീൻസ് പ്രിന്റ് മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ. ഓക്കെ, നൗ നെക്സ്റ്റ് മൂവിങ് ടു ഓരോ മീഡിയ എന്താണ്, മീൻസ് എന്താണ് പ്രിന്റ് മീഡിയ, എന്താണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, എന്താണ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, അങ്ങനെ ഓരോന്നോരോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ ദിസ് സം ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇതിനെ കുറച്ച് ട്രഡീഷണൽ മീഡിയയുടേതും ന്യൂ മീഡിയനും. കാരണം ട്രഡീഷണൽ മീഡിയ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ ഉണ്ട്, റേഡിയോ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ ടെലിവിഷൻ ഉണ്ട് ആൻഡ് ബുക്സ് ഉണ്ട് ഒക്കെ പറഞ്ഞു. അതുപോലെ ന്യൂ മീഡിയയിൽ വെബ്സൈറ്റ്, ബ്ലോഗ്, ഇൻസ്റ്റാഗ്രാം, നിങ്ങൾക്ക് അറിയാം, വാട്സപ്പ്, ട്വിറ്റർ, അങ്ങനത്തെ പല പല ആപ്പുകളും. നെക്സ്റ്റ് എന്താണ് പ്രിന്റ് മീഡിയ. പ്രിന്റ് മീഡിയ നമുക്ക് എന്താ, പ്രിന്റ് മീഡിയ എന്താണ്, പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എഴുത്തായിരിക്കും അല്ലെ. പ്രിന്റ് മീഡിയ ന്യൂസ് പേപ്പർ, മാഗസിൻ, ബുക്ക്, സ്റ്റിൽ സീക്കിംഗ് ഡിജിറ്റൽ. നമുക്ക് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജ് കാലഘട്ടത്തിലും കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയ ഒന്ന് തന്നെ പ്രിന്റ് മീഡിയ. അങ്ങനെ മൊത്തമായി എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല അല്ലേ. പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ന്യൂസ്
ഫീച്ചേഴ്സ് ലിറ്റററി വർക്ക്. ബുക്കിലൂടെ നമുക്ക് ഓരോ വർക്കിനെ പറ്റിയും അതേപോലെ ന്യൂസ് പേപ്പറിലൂടെ എന്തായിട്ട് ഓരോ ന്യൂസുകളും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ലേ. ഓഫേഴ്സ് റിലയബിൾ ആൻഡ് ഇമേഴ്സീവ് റീഡിംഗ് എക്സ്പീരിയൻസ്. മീൻസ് ഫോണിലൊക്കെ നോക്കുന്ന ചിലർക്ക് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന വ്യത്യാസം ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതായിരിക്കും അല്ലേ കുറച്ചും കൂടി ഇമേഴ്സീവ് ആയിരിക്കും, ആഴത്തിലിറങ്ങിയ ഒരു നല്ല റീഡിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. കണൻ ക്യാൻ ബി സ്റ്റോർ റീഡ് ഓൺ ഫ്യൂച്ചർ അല്ലേ. നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ച ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക കുറെ കാലത്തൊക്കെ അത് എടുത്ത് വെച്ചിട്ട് പിന്നെ അന്ന് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് നോക്കുകയും ചെയ്യാം. സോ അതാണ് പ്രിന്റ് മീഡിയയെ പറ്റി പറയുന്നത്. പ്രിന്റ് മീഡിയ ഇൻക്ലൂഡ് ന്യൂസ് പേപ്പർ, മാഗസിൻ, ബുക്സ്. പ്രിന്റ് മീഡിയയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ന്യൂസ് പേപ്പർ ഉണ്ട് അല്ലേ, അതുപോലെ മാഗസിൻ ഉണ്ട്, ബുക്സ് ഉണ്ട്. സ്റ്റിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റൽ ഏജ്. ഈ ഡിജിറ്റൽ ഏജ് കാലഘട്ടത്തിലും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒന്നാണ് പ്രിന്റ് മീഡിയ. പ്രൊവൈഡ് കോംപ്രഹെൻസീവ് ന്യൂസ് ഫീച്ചേഴ്സ്, ലിറ്ററസി വർക്ക്. സോ എന്ത് ചെയ്യുന്നുണ്ട്? കോംപ്രഹെൻസീവ് ആയ ന്യൂസ് ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. സോ ഓഫ് റിലയബിൾ ഇമേഴ്സീവ് റീഡിംഗ്, ഒരു റിലയബിൾ ആയിട്ട് ഇമേഴ്സീവ് ആയ റീഡിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടന്റ് ക്യാൻ ബി സ്റ്റോർഡ് റീ റീഡിംഗ് ഫീച്ചർ. നമുക്ക് ഈ കണ്ടന്റ് എന്ത് ചെയ്യാൻ നമുക്ക് സ്റ്റോർ ചെയ്യാനും അത് പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് റീഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് മീഡിയ. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്തായിരിക്കും ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്? സോ അതിനൊരു പിക്ചറാണ് കൊടുത്തില്ല. ഇവിടെ എന്തുണ്ട്? ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും അല്ലെ. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്താ പറയുക? റേഡിയോ, ടെലിവിഷൻ ആൻഡ് ഫിലിമിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. സോ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ എന്താ പറയുക, ഒരു ചാനലിൽ ഇപ്പൊ നോക്ക്, ഒരു ചാനൽ എങ്ങനെയാണ് നമുക്ക് ടി വിയിലേക്ക് എത്താം? ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലേ, ആ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ വഴി ട്രാൻസ്മിറ്റർ വഴി ഡാറ്റ അപ്ലോഡ് ചെയ്ത് എങ്ങോട്ടേക്ക്? സാറ്റലൈറ്റിലേക്ക് അപ്ലോഡ് ഡാറ്റ. സാറ്റലൈറ്റ് ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് DTH റിസീവർ വഴി, DTH റിസീവർ നിങ്ങൾക്ക് അറിയായിരിക്കും, അതുവഴി നമ്മൾ ടെലിവിഷനിലേക്ക് ഇതാണ് ഒരു ചാനൽ എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആദ്യം തന്നെ ചാനൽ ഷൂട്ട് ചെയ്യണം അല്ലേ, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ. അവിടുന്ന് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റർ വഴി ഡാറ്റ സാറ്റലൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ഡാറ്റയിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് DTH റിസീവർ വഴി എന്ത് ചെയ്യണം? ടി വിയിലേക്ക് എത്തുന്നത്. ഇതാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ ഫംഗ്ഷൻ. ഇനി ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയോ, ടെലിവിഷൻ ആണ് അല്ലേ. മാസ് കമ്മ്യൂണിറ്റി റീച്ചസ് എ ലാർജ് ഓഡിയൻസ് ടൈം. സോ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, എന്താ പറയുക, കുറേ ആൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ കുറേ എന്താ പറയുക മാസമായിട്ട് അല്ലേ, ഓഡിയൻസ്, ലാർജ് ഓഡിയൻസ് വരെ നമുക്ക് എത്തിച്ചേർക്കാൻ പറ്റുന്നതാണ് റേഡിയോ, ടെലിവിഷൻ. വൺ വേ ഫ്ലോ ആണ്, ലിമിറ്റഡ് ഇൻ ഓൾമോസ്റ്റ് വൺ ഡയറക്ഷൻ. കാരണം വൺ വേ ആയിരിക്കും. കാരണം റേഡിയോയിലൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവർ പറയുന്ന മാത്രമേ, ടെലിവിഷൻ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി, ഒരു വൺ വേ ഫ്ലോ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇന്റർപേഴ്സണൽ അല്ല. കാരണം നമ്മൾ രണ്ടാളും നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം ഇവിടെ എന്താണ്? വൺ വേ ആണ്, ഒരു വേ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. അപ്പം അതേപോലെ ലിമിറ്റഡ് ഇന്ററാക്ഷൻ, കുറച്ച് ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും. എന്തൊക്കെ കണ്ടന്റ് നമുക്ക് ആ ടെലിവിഷനിൽ ന്യൂസുകൾ ഉണ്ടാവും, ഫിലിമുകൾ ഉണ്ടാവും, ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ, സ്പോർട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം വിറ്റേഴ്സ് ചാനലിലൂടെ നമുക്ക് പഠിക്കുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ കണ്ടന്റ് വെറൈറ്റീസ്, ഇൻഫ്ലുവൻസ്, പബ്ലിക് ഒപ്പീനിയൻ ഇമ്പാക്ട്സ്. പെട്ടെന്ന് എന്താ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നതും നമ്മുടെ സൊസൈറ്റി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് മാസ് മീഡിയ അല്ലേ. ലിമിറ്റേഷൻ, ഡിലേ ഫീഡ്ബാക്ക് കുറച്ചുകൂടി ഡിലേ ആയിരിക്കും. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി ഗ്രോയിങ് ആണെങ്കിലും പക്ഷെ ഈ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇപ്പോൾ പവർഫുൾ ആണ്. ടിവിയിലോ ടെലിവിഷനിലൂടെയും ആൾക്കാർ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയ ഒന്നാണ് എന്ത് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് മീഡിയ. സോ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഇൻക്ലൂഡ് റേഡിയോ, ടെലിവിഷൻ. ഇപ്പം കണ്ടന്റ് തന്നെ നമുക്കറിയാം ന്യൂസ്, മ്യൂസിക്, ഡിബേറ്റ്, ഡിസ്കഷൻ. ഒരു വൺ ഡയറക്ഷൻ ലിമിറ്റഡ് ഇന്ററാക്ഷൻ ആയിരിക്കും. ഫീഡ്ബാക്ക് കുറച്ചുകൂടി ഡിലേ ആയിരിക്കും. അപ്പോൾ ഇത് പബ്ലിക് ഒപ്പീനിയൻ ആയിക്കോട്ടെ, നമ്മളെ സൊസൈറ്റിയിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയ. നെക്സ്റ്റ് ഡിജിറ്റൽ മീഡിയ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് SRT കേരളേൻ്റെ വെബ്സൈറ്റാണ്. നമുക്കറിയാം SRT കേരളേൻ്റെ വെബ്സൈറ്റ് സ്റ്റേറ്റ് കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ ഇതാണ് വെബ്സൈറ്റാണ് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ എന്തൊക്കെ നമുക്ക് എക്സാംസിനെ പറ്റിയ നോട്ടിഫിക്കേഷൻസ്, അതേപോലെ നമ്മുടെ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓരോ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതങ്ങനെ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് കിട്ടും സമഗ്ര പോർട്ടലാണ്. ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ലേണിംഗ് റിസോഴ്സസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കുറേ ക്വിസുകളൊക്കെ എന്തുണ്ട് ആ സൈറ്റുണ്ട്. ഇപ്പോൾ SRT കേരള എന്ന് പറയുന്നത് നമ്മൾ കേരള ഗവൺമെൻറ് സൈറ്റിന്, ആ സൈറ്റിലാണ് കുറച്ചുകൂടി നമ്മൾ ടൈം ടേബിൾ ആയിക്കോട്ടെ, പിന്നെ ഒരു എക്സാംസിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അവർ പബ്ലിഷ് ചെയ്യുന്നു. സോ ഇതെന്താണ്? ഇതൊരു ഡിജിറ്റൽ മീഡിയമാണ് അല്ലേ, ഡിജിറ്റലായുള്ള ഒരു മീഡിയ ആണിത്. സോ യൂസ് ഇന്റർനെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം. ഡിജിറ്റൽ മീഡിയയിൽ എന്തുണ്ട്? ഇന്റർനെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, പോർട്ടൽസ് ആയിട്ട്, ബ്ലോഗ് ആയിക്കോട്ടെ, ആൻഡ് ഓൺലൈൻ ന്യൂസസുകൾ. സോ ഇതൊക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ലൈവ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻസ്റ്റന്റ് ഇൻഫോർമേഷൻ. കാരണം ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് അതുപോലെ ഇൻസ്റ്റന്റ് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റൽ മീഡിയ വഴി കിട്ടുന്നുണ്ട്. എൻകറേജ് ടു വേ കമ്മ്യൂണിക്കേഷൻ, ഷെയറിംഗ് ആയിക്കോട്ടെ, കമന്റിങ് ആയിക്കോട്ടെ, ഡിസ്കസിങ് ആയിക്കോട്ടെ അല്ലേ. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ ലിമിറ്റഡ് ഇന്ററാക്ഷൻ, ഒരു വൺ ഡയറക്ഷനിലാണ്. പക്ഷേ ഇവിടെ ടു വേ കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു വെബ്സൈറ്റിൽ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം അല്ലെ, കമന്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യാം.
സോ ഇൻക്രീസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ത്രൂ മീഡിയ. സോ സാമൂഹ്യ ബന്ധം കൂട്ടാൻ പറ്റിയ ഒന്നാണ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ അല്ലേ. സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടും. അവർ സപ്പോർട്ട് എഡ്യൂക്കേഷൻ ത്രൂ പോർട്ടൽ SCRT കേരള സമഗ്ര പോർട്ടൽ. സോ എഡ്യൂക്കേഷൻ്റെ പല പോർട്ടൽസ് നമുക്ക് 2 പോർട്ടൽസ് ഉണ്ട്, SCRT കേരള സമഗ്ര പോർട്ടൽ. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും കൂടിയാണ് എന്ത് ഈ ഡിജിറ്റൽ മീഡിയ എന്നാണ്. സോ ഹെൽപ്പ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റി വിത്ത് ഡിജിറ്റൽ റിസോഴ്സ്, ഇ ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ. സോ ലേണിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിത്ത് ഡിജിറ്റൽ റിസോഴ്സിനായിക്കോട്ടെ, ഇ ബുക്സിനായിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽസിനായിക്കോട്ടെ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പ്രിന്റ് മീഡിയനെ പറ്റി പറഞ്ഞു അല്ലേ, ബ്രോഡ്കാസ്റ്റ് മീഡിയനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ പ്രിന്റ് മീഡിയം ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്താണ്? ട്രഡീഷണൽ മീഡിയ ആണ് അല്ലേ. നെക്സ്റ്റ് പിന്നെ ഇപ്പോൾ പറഞ്ഞതാണ് ന്യൂ മീഡിയ അല്ല ഡിജിറ്റൽ മീഡിയ. ന്യൂ മീഡിയ വരുന്ന ക്ലാസിഫിക്കേഷൻ ഡിജിറ്റൽ മീഡിയ പറഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ള സോഷ്യൽ മീഡിയ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് മീഡിയ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഇൻറ്റഗ്രൽ റോൾ ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം എസെൻഷ്യൽ പാർട്ട് ഓഫ് മോഡേൺ ലൈഫ്. നമുക്കറിയാം നമ്മുടെ മോഡേൺ ലൈഫ് കാലഘട്ടത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്തൊക്കെ ഉപയോഗങ്ങൾ നമുക്കുള്ളത് അല്ലേ. നമുക്കൊരു കാര്യങ്ങൾ ഈസി ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ പല ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ ഇംപ്രൂവ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. രണ്ടാമത് തമ്മിലെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സോ സോഷ്യൽ മീഡിയ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ഇൻട്രാക്ഷൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന്. ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പീപ്പിൾസിന് കമൻറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും, അതുപോലെ ടെക്സ്റ്റ് അയക്കാനും, മെസ്സേജസ് അയക്കാനും, ഇമേജസ് അയക്കാനും, വീഡിയോ അയക്കാനും, ഇതിനൊക്കെ എന്താ സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോഷ്യൽ മീഡിയ പ്രൊവൈഡ് ഡയറക്റ്റ് മെസ്സേജിങ്, ഫീഡ്ബാക്ക് ആൻഡ് ജനറൽ ഷെയറിംഗ്. നേരത്തെ പറഞ്ഞ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ പ്രൊവൈഡ്സ് തന്നെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു കൊടുക്കാം, അതുപോലെ ഫീഡ്ബാക്ക് ഉണ്ട് ആൻഡ് ജനറൽ ഷെയറിംഗ് ഉണ്ട്. ഫെസിലിറ്റേഷൻ ഓഫ് ഗാദറിംഗ്. ഇറ്റ് ഹെൽപ്സ് ടു ഓർഗനൈസ് സോഷ്യൽ റിലേഷൻ ആൻഡ് സോഷ്യൽ ഇവൻറ്റ്സ് അല്ലേ. കുറച്ചുകൂടി പബ്ലിക്കായ പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും, അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് കൂട്ടാനും, സോഷ്യൽ ഇവൻറ്റ്സ് നടത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എന്ത് social media. So facilitation of gathering, it helps organize and facilitate social relationship and social events. Sharing public opinion. Social media play an important role in shaping public opinions and society. So shaping public opinion shape ചെയ്യാനും, അതേപോലെ തന്നെ അവരെ കാര്യങ്ങൾ സൊസൈറ്റിയിൽ പറയാനൊക്കെ ഒരു വെപ്പൺ തന്നെയാണ് എന്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വീഡിയോ അബൌട്ട് ഒരു സോഷ്യൽ മീഡിയയുടെ വീഡിയോ ആണ്. സോ ഇത്രയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ എല്ലാതരം ക്ലാസിഫിക്കേഷൻ. പ്രിന്റ് മീഡിയയിൽ വരുന്നതാണ് ബാലരമ, മാതൃഭൂമി, പിന്നെ അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയ, റേഡിയോ, ടെലിവിഷൻ. ദെൻ ബാക്കി ന്യൂ മീഡിയസ് ഉണ്ട്, ന്യൂ മീഡിയ വെബ്സൈറ്റുകളുണ്ട്, അതേപോലെ തന്നെ ന്യൂ മീഡിയ ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും. സോ ഇത്രയെല്ലാം മീഡിയാസിനെ പറ്റി പറയാം. സോ ടുഡേ ഐ ഡിസ്കസ് അബൌട്ട് എന്താണ് മീഡിയ എന്ന് പറഞ്ഞത് അല്ലേ. മീഡിയ നമുക്ക് എന്താണ് റീഡിങ്ങിനായാലും റൈറ്റിങ്ങിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു കാര്യം തന്നെയാണ് മീഡിയ. ആ മീഡിയ വരാൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ഉണ്ട്. ആ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ട്രഡീഷണൽ മീഡിയ, ന്യൂ മീഡിയ ഉണ്ട്. ട്രഡീഷണൽ മീഡിയയിലെ പ്രിന്റ് മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്, അതേപോലെ തന്നെ ന്യൂ മീഡിയ എന്ന ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയ ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത്. സോ വൈൻഡപ്പിംഗ് ദ ക്ലാസ്. സോ നാളെ നമുക്ക് വേറെ ടോപ്പിക്സിലേക്ക് പോകാം. സോ താങ്ക് യു. ദാറ്റ്സ് ഓൾ.